കേശു കേശു ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്നായി വാ. എന്താ അളിയ അളിയൻ പറഞ്ഞോട് നമ്മളത് നടത്തി. നീ എന്തോ നടത്തിന്ന്? നൈസായിട്ടൊക്കെ വിളിച്ചോടി. ഞങ്ങള് കല്യാണം കഴിച്ചു. കണ്ട മാല. കല്യാണം കഴിച്ചത്? കൊച്ചു കള്ളി പ്രാങ്കല്ലേ? എവിടെ ക്യാമറമാനോടെ? ആടാ വാടാ വിളിച്ചിരിക്കാ. എടാ അല്ലടാ, ഞങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചു. അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ട്. കണ്ടാ ശരിക്കും കല്യാണം കഴിച്ചു? ഇല്ലടാ അവിടെ പറഞ്ഞതുള്ളതാണോ നിങ്ങള്? ആടാ ശരിക്കും ഞങ്ങള് അമ്പലത്തിൽ പോയി ഇതേ കണ്ടാ കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ട്. അളിയ ഞങ്ങൾക്ക് നീ മാത്രമുള്ള അളിയ എല്ലാത്തിനും. ആ എന്താ കേശു നീ അങ്ങനെ പറയണ? എടാ ഒരാണും പെണ്ണും വിളിച്ചോടിയാ എന്താണ്ടാവാ? എന്തുണ്ടാവാൻ? ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾ അന്വേഷിച്ച് വരും. അന്വേഷിച്ച് ഇറങ്ങിണ്ടാവും. അന്വേഷിച്ച് വരും. കൈ കിട്ടിയാൽ തച്ചു കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ കിടന്ന് ശവമാവണ്ട. പൊക്കോ പൊക്കോ. എടാ കേശു നീ എന്ത് വർത്താനോടാ പറയുന്നത്? നീ ഇങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞ. ഞങ്ങളുടെ പ്രണയം സഫലീകരിക്കാൻ വേണ്ടി നീ കൂടെ നിൽക്കൂന്നല്ലേ പറഞ്ഞ? എന്റെ പൊന്നു കൊച്ച, അത് ഞാൻ എന്റെ പൊട്ടമുത്തിക്ക് പറഞ്ഞാണ്. എടാ കേശു നീ ഇപ്പൊ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണ? നീ എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ നിർത്തണം. എവിടെ? ഇവിടെ എന്റെ വീട്ടില്. ആ ഇതൊന്നും ആരും അറിയാൻ പോണില്ലളിയ. ഞങ്ങൾ ഏതെങ്കിലും മുക്കിലോ മൂലയോ പാത്തിരുന്നോളാം. ഇറങ്ങിക്കോ, നടക്കൂല. നീയൊക്കെ എന്റെ സവാട കാണാൻ വന്നേക്കാണ്. പോച്ചേ. എടാ കേശു നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണ? നീ കോളേജിൽ വിപ്ലവമൊക്കെ പറയുമല്ല, പ്രണയം ഇല്ലെങ്കിൽ ലോകവും ഇല്ല, പ്രണയിക്കുന്നവരൊക്കെ ഒന്നിക്കണോന്നൊക്കെ. ഞാൻ എപ്പ പറഞ്ഞു? എനിക്ക് അറിഞ്ഞൂടാ. ഒരു മണ്ടത്തരത്തിന് പറയണ ഇതൊക്കെ. അളിയ വാലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. ജോ ഇല്ലാതെ എനിക്കും പറ്റൂല. നീ വന്നേ. എങ്ങോട്ടാ? നീ അവിടെ പോയിള്ള പോടാ. ഇവിടെ നനങ്ങിയ മണ്ട അടിച്ച് കയറി. നീ വന്നേ. നില്ല്. എന്റെ പൊന്നു കൊച്ചാ, നീ ഇതെന്തോ കണ്ടോണ്ടാ? നീ ഇപ്പൊ എന്തോ പറഞ്ഞേ? എടാ ജോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കൂട്ടുകാരിയാ നോക്കൂല, മണ്ട അടിച്ചപ്പോഴൊക്കെ ഞാൻ. കൊച്ചാ, അന്ന് നീരവുമായിട്ട് നീ ലൈനായിട്ടിരുന്ന സമയത്ത് ഇത് തന്നെയല്ലേ നീ പറയാറ്? നീരവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. എടാ അതിനെ എന്നെ തേച്ചുകൊണ്ട് അവൻ മാൾട്ടയ്ക്ക് പോയില്ലേ? എന്നെ തേച്ചുണ്ടേ അവൻ മാൾട്ടയ്ക്ക് പോയില്ലേ? അവൻ മാൾട്ടയ്ക്ക് പോയെങ്കിൽ നീയും കയറി പോണമായിരുന്നു മാൾട്ടയ്ക്ക്. അവനാള് ശരിയല്ല. അവന് പാട്ടൊക്കെ പാടിക്കണ്ട പെണ്ണുങ്ങളെ വിളക്കലാണ് ജോലി. അവൻ പാട്ട് പാടിയ പെണ്ണുങ്ങളെ വിളക്കുള്ളൂ. എനക്ക് അവൻ ആരെന്നറിയോ? അവൻ പിന്നെ നീ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന. എടാ ജോ പാവോടാ. നീരവനെ തേച്ചുകൊണ്ട് പോയില്ലേ? ആ സമയത്ത് എനിക്ക് സാന്ത്വനായിട്ട് ഈ ജോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടാ ഇവൻ എങ്ങനെയെങ്കിലും എന്നെ നോക്കും. കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും എന്റെ ജോ എന്നെ നോക്കും. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീ എന്നെ ഉദ്ദേശിച്ചാടാ? അളിയ എനിക്ക് ബാലമണിയായിട്ട് നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണം. അതെടാ ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. ഈ നാട്ടിൽ തന്നെ? അതെ. നടക്കൂല. എങ്ങോട്ടാന്ന് വെച്ചാ പോക്കണോ രണ്ടെണ്ണോ? എടാ കേശു നീ അങ്ങനെ പറയല്ലടാ. സത്യം പറഞ്ഞാ നീ ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താ. നീ ഞങ്ങളെ കൈയൊഴിഞ്ഞ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യോളിയ. ചെയ്യേണ്ട ആവശ്യം വരില്ല. എവിടെ തന്തെന്നെല്ലാം തല്ലിക്കൊന്നുള്ളൂ. കളിക്കണാളാ നീയൊക്കെ. കാരണം പറഞ്ഞ മണ്ട അടിച്ചാ പോ. ഹായ് കനകാന്റി. ജോഷുവ നീ എപ്പ എത്തി? ഞാൻ ഇപ്പൊ എത്തിയല്ലേ ചേച്ചി. ഇന്ന് പണിയൊന്നുമില്ലേ? ഇന്ന് ഫ്രീ ചേച്ചി. നീ ഇടയ്ക്കിടയ്ക്ക് ഇവര് പണിക്ക് വിളിച്ചോണ്ട് പോകുന്നോണ്ടേ ഇവന്റെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടന്നു പോവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കണേ. ഉറപ്പായിട്ട് ചേച്ചി. പണിയവൻ തരുന്നുണ്ട്. ഇത് എന്റെ വകയിലൊരു ഫ്രണ്ടാ. വകയിലൊരു ഫ്രണ്ടാ? വകയിലെ ബന്ധു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വകയിലെ ഫ്രണ്ട് ആവണ? ഒരു ഫ്രണ്ട്. ഹായ്. ഹായ്. പേരെന്താ? ബാലാമണി PS. ബാലാമണി PS.
ചേച്ചി ഞാൻ കേശുവിന്റെ കോളേജിൽ പഠിക്കുന്നതാ. കേശു ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലടാ? അത് ശരി, എന്നിട്ടാണ് നീ വകയിലെ ഫ്രണ്ട് എന്ന് പറഞ്ഞേ? നമ്മളിങ്ങനെ ഫണ്ടിന് പറയൂലേ. അല്ല ഞാൻ മുമ്പൂടെ വന്നിട്ടുണ്ട്. കനാഡിക്ക് എന്നെ മനസ്സിലായാ? ഓ എനിക്ക് നല്ല ஞாபகம் இருக்கு. അല്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ചേച്ചി ഉണ്ടായിരുന്നില്ല അല്ലേ? ലച്ചു നീ കുഴിപ്പഴത്തിൽ ഇരുന്ന അകത്തേക്ക് വന്നില്ലേ? വാ. ആ ഞങ്ങൾ അത് തന്നെ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. ഇല്ല അവരൊന്നുമല്ല പറഞ്ഞോണ്ടിരുന്നെ. ഇവർക്ക് മറ്റേ പോണം. എടാ ഒരു ചായ കുടിച്ചിട്ട് പോവാലോ. ചായ കുടിക്കാനൊന്നും സമയമില്ല. അടുത്ത ട്രെയിൻ ഇവർക്ക് പോവാളോ. ഇവർക്കാ ആ ഒരുമിച്ചാ? ആ രണ്ടുപേരും ഒരുമിച്ച് നിന്നേ. ചോദിച്ച ലൈനാണ്? ലൈനൊന്നുമല്ല. അശ്ലീലം പറയല്ലേ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ലൈനാണോന്നല്ലോ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കാൻ പാടില്ല. ചോദിക്കാൻ പാടില്ലാത്ത കാര്യം ചോദിക്കാൻ ചേച്ചി. ചേച്ചി ഇവിടെ വന്നാൽ ശരിയല്ല. ചേച്ചി കയറി പോയി രണ്ടുപേരും പോയി. നിനക്ക് എന്താ ഒരു വെപ്രാളം? എനിക്കെന്ത് വെപ്രാളം? എനിക്ക് വെപ്രാളം ഒന്നുമില്ലല്ലോ. എനിക്ക് അവിടെ വെപ്രാളം ഉണ്ടോ? എനിക്ക് ഇല്ലല്ലോ. ഇല്ല ചോദിച്ചോ പാടാ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട്. വീട്ടിൽ കയറിപ്പോയില്ലേ? ഇല്ല ചേച്ചിമാ അവൻ കേറൂല. എടാ നിനക്ക് പോയിട്ട് അത്യാവശ്യമല്ലേ? ഇല്ലേ ഉണ്ട്. അവന് അത്യാവശ്യം ഉണ്ട്. നിനക്കില്ലേ അത്യാവശ്യം? ഉണ്ട്. பாலமணி பிஎஸ் அன்னைக்கு ஒரு பாட்டு பாடுற ஃப்ரெண்ட் வந்தான்ல அவன் எங்க? അവൻ മാൾട്ടയ്ക്ക് പോയി. മാൾട്ടാവാ? അതെന്നെ തല സ്ഥല ഇന്റർനാഷണൽ. ആ